വീർ സവാർക്കറുടെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു. അത് ശശി തരൂർ MP കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന് സമ്മാനിക്കുമെന്ന് പറയുന്നു. വാർത്തയൊക്കെ വന്നപ്പോൾ ശശി തരൂർ പ്രതികരിച്ചത് എൻ്റെ സമ്മതം കൂടാതെയാണ് താൻ അവാർഡ് സ്വീകരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ താൻ ഈ അവാർഡ് സ്വീകരിക്കുന്നില്ല. പക്ഷേ ശശി തരൂരിന് മേൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സ്വീകരിക്കാതെ കൽക്കത്തയിൽ മറ്റൊരു പരിപാടി ഉണ്ടെന്ന് പറയുന്നതെന്നൊക്കെയുള്ള പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തുക? അതായത് സംഘാടകർ HRDS അവർ പറഞ്ഞിരുന്നത് ശശി തരൂർ വരും എന്നറിയിച്ചിട്ടുണ്ട്. അതുപോലെ രാജ്നാഥ് സിംഗ് ആണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്, അദ്ദേഹം വരും എന്നറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ശശി തരൂർ തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്, ഇന്ന് അദ്ദേഹം ഡൽഹിയിലാണ് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ പുരസ്കാരം വാങ്ങാൻ വേണ്ടി അവിടെ എത്തിയതാണ്. അപ്പോഴാണ് രാവിലെ കടന്നൽ കൂട്ടം പോലെ കേരളത്തിൽ മുരളീധരൻ, ഉണ്ണിത്താൻ അവരൊക്കെ ഇത് വാങ്ങരുത്, വാങ്ങിക്കഴിഞ്ഞാൽ പുകച്ചു കളയും തുടങ്ങിയ പ്രസ്താവനകളൊക്കെ നടത്തിയത്. അപ്പോൾ ഈ സാവർക്കറുടെ പേരിലുള്ളൊരു പുരസ്കാരം, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഞങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ് സാവർക്കർ എന്ന് ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ വാങ്ങിയ ശേഷം എന്താണെന്ന് നമുക്ക് കാണാം എന്നൊരു ഭീഷണി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതായത് പുറത്തേക്കുള്ള വഴി തുറക്കും. കാരണം ഇദ്ദേഹം തന്നെത്താനെ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നാണ് പാർട്ടി വിചാരിച്ചിരിക്കുന്നത്. പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുകളിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാക്കൾ കുറച്ച് കാലമായിട്ട് ശശി തരൂരിനെ ടാർഗറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്ന ഒരു ചടങ്ങിൽ ഒരു ഭക്ഷണം, ഒരു ഡിന്നർ, ആ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവില്ല, ഖാർഗെ ഇല്ല, പക്ഷേ അവിടെ ശശി തരൂരുണ്ട്. പക്ഷേ ശശി തരൂരിന് എങ്ങനെ ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ മാന്യമായിട്ട് പെരുമാറണം, എങ്ങനെ അതിഥികളെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം. പക്ഷേ ശശി തരൂരിന് ന്യായം പറഞ്ഞിരുന്നു. അദ്ദേഹം മറ്റേ വിദേശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇല്ലേ പാർലമെന്റിലെ, അതിന്റെ അധ്യക്ഷനാണ്. അതുകൊണ്ടുകൂടിയാണ്. പക്ഷേ ഇവിടെ കുറച്ച് കാലമായിട്ട് ശശി തരൂർ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അഭിനന്ദാർഹമാണ്, അവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു, ശരിയായ രീതിയിലാണ്. പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷത്തായതുകൊണ്ട് അതിനെല്ലാം അന്ധമായി എതിർക്കേണ്ടതാണ്. ശശി തരൂർ എതിർക്കുന്നില്ല, ശരി ചെയ്താൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ നീക്കങ്ങളെ കോൺഗ്രസ് വല്ലാതെ ഭയപ്പെടുന്നുണ്ടോ? കോൺഗ്രസിന് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ചില കോർപ്പറേറ്റുകളുണ്ട്, അതായത് കുടുംബം ഉടമസ്ഥാവകാശമുള്ള കമ്പനികൾ. ആ കമ്പനികളിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയാം? ലോയൽറ്റി, വിശ്വസ്തത, കൂറ് എന്നാണ് ശരിയായ വാക്ക്. ആ കുടുംബത്തിനോട് നമ്മളെപ്പോഴും കൂറ് പുലർത്തണം എന്ന് മാത്രമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബോധിപ്പിക്കുകയും വേണം, പ്രകടിപ്പിക്കണം. അവിടെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് കാഴ്ചക്കൊലിയൊക്കെ കൊടുക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു കുടുംബം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് ഉണ്ണിത്താൻ പറയുമ്പോഴും നെഹ്റു കുടുംബം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അതെ, അവരാണ് മറ്റേ മോത്തിലാൽ നെഹ്റു മുതലുള്ള കഥയൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. അപ്പം നെഹ്റു കുടുംബത്തിനെ തൊട്ട് വണങ്ങിയിട്ടേ രാവിലെ പൂജാമുറിയിൽ ഇവരുടെയൊക്കെ ചിത്രമൊക്കെ വെച്ചിട്ട് ആ സിസ്റ്റം ഉണ്ടല്ലോ, കൂറ് പുലർത്തുക കുടുംബത്തിനോട്, വംശാധിപത്യമാണല്ലോ. അപ്പൊ ആ കൂറ് പുലർത്തുന്ന ഒരാളല്ല ശശി തരൂർ. ശശി തരൂരിന് ഈ നെഹ്റു കുടുംബത്തിൻ്റെതല്ലാതൊരു മേൽവിലാസം. കാരണം പുള്ളിക്ക് ശശി തരൂർ തിരുവനന്തപുരം എന്ന് എഴുതിയാലും പുള്ളിക്ക് മറ്റേ കത്ത് കിട്ടുകയെ വീട്ടില്. മറ്റേത് കെയർ ഓഫ് നെഹ്റു കുടുംബം എന്ന് എഴുതിയാൽ കിട്ടുള്ളൂ. മാത്രമല്ല നെഹ്റു കുടുംബത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മില്ലന്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ നെഹ്റു കുടുംബത്തിലെ ആളുകളെ പറ്റിയൊക്കെ, ജവഹർലാൽ നെഹ്റു, മോത്തിലാലിനെ പറ്റിയൊന്നും എഴുതിയിട്ടില്ല. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, സോണിയാഗാന്ധി ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് പ്രത്യേകിച്ച് വിഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഗരീബി ഹടാവ് പോലുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം കൊണ്ട് ജീവിച്ചു പോയതാണ്. അവരുടെ മകൻ തെമ്മാടിയായിരുന്നു സഞ്ജയ് ഗാന്ധി. പിന്നെ ഈ സോണിയാഗാന്ധിക്ക് ആ മറ്റേ കുടുംബത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിൻ്റെ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ധാരണയൊന്നുമില്ല.
ടൂറിനിലെ ശവക്കച്ച എന്നാണ് ആളുകൾ പറയുന്നത്. ടൂറിൻ ഷ്രൗഡ് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം ഗാകുൽത്തയിലേക്ക് കുരിശുമായിട്ട് പോകുമ്പോഴേ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ഒരു തൂവാല കൊണ്ട് മറ്റേ ഇതിപ്പോ അപ്പൊ അതില് ഈ ഇദ്ദേഹത്തിന്റെ രൂപം പതിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. മുഖത്തിന്റെ ആ രൂപം ഉള്ള തിരുവസ്ത്രം ആണ് ഈ ടൂറിൻ ഷ്രൗഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഇവരുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലമാണല്ലോ ഇറ്റലിയിലെ ഈ ഭാഗമൊക്കെ. അപ്പൊ ടൂറിലെ ശവക്കച്ച എന്നാണ് ഇവരെ പറ്റി അതില് ഈ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പുള്ള പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ പുസ്തകം പിൻവലിച്ചിട്ടൊന്നുമില്ലല്ലോ, വിപണിയിലൊക്കെ ഉണ്ട്. സോണിയാഗാന്ധി ഇത് വായിച്ചില്ലെങ്കിലും ഈ ഭാഗമൊക്കെ ഈ മാർക്കർ പെന്നിലില്ലേ മഞ്ഞ ചുമപ്പൊക്കെ, ഇത് മഞ്ഞ മാർക്കർ പെൻ കൊണ്ടൊക്കെ ഇട്ട് ജയറാം രമേശൊക്കെ സോണിയാഗാന്ധിക്ക് KC വേണുഗോപാലൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളെ പറ്റി ഇതാണ് കേട്ടോ അങ്ങയുടെ അഭിപ്രായം എന്നുള്ളത്. ഇതിൽ മടിച്ചു നിൽക്കാതെ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം യോജിച്ചുകൊണ്ടും വിയോജിച്ചുകൊണ്ടും ഒരു പ്രസംഗവും നടത്തുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം അദ്ദേഹം സവർക്കറെ ഒരു വിപ്ലവകാരിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ സവർക്കറുടെ ബുദ്ധിയിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്ന ഒരാളാണ് നെഹ്റു. ഗാന്ധിയും മോശമൊന്നുമല്ലായിരുന്നു. കാരണം ഗാന്ധി അങ്ങോട്ട് പോയി കാണുകയാണല്ലോ സവർക്കറെ താമസ സ്ഥലത്ത്. ആ സിനിമയിലും കാണാമല്ലോ. ആ സമയത്ത് പുള്ളി എന്തോ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സിനിമയിലും കാണിക്കുന്നുണ്ട്. കാരണം അത് ഹിന്ദുക്കള് വെറുതെ ആയി നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ഭാഗങ്ങളൊക്കെ അപ്പൊ അങ്ങോട്ട് പോയി കാണുകയാണ്. മാത്രല്ല ഈ സാവർക്കർ ഒരു എന്താ പറയുക, സാവർക്കറുടെ പാത എന്ന് പറഞ്ഞാൽ അഹിംസയുടെ പാതയല്ല. സ്വാതന്ത്ര്യത്തിലേക്ക് പല പാതകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഭഗത് സിംഗ് വലിയ വിപ്ലവകാരിയാണെന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഗാന്ധിക്ക് വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഗാന്ധി വധശിക്ഷയിൽ നിന്ന് തൂക്കുമരത്തിൽ നിന്ന് ഭഗത് സിംഗിനെ രക്ഷിക്കാൻ വേണ്ടതൊന്നും സമയത്ത് ചെയ്തില്ല എന്നൊക്കെ ആരോപണമൊക്കെ ഉണ്ട്. ഗാന്ധിക്ക് ഇങ്ങനെ ഒരു ഭീകരവാദി ടെററിസ്റ്റ് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. സാറേ, അതിൻ്റെ ഒരു സംശയം, ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ഇതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ കോൺഗ്രസ് തുടങ്ങിയ പ്രസ്ഥാനം എന്നുള്ള ആശയമായിട്ട് യോജിക്കുന്നത്. ആ സമയത്ത് 10 വർഷത്തിലധികം ആയിട്ട് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പറയുന്ന വീർ സവർക്കർ അല്ലെ. ഈ സാവർക്കർ ജയിലിൽ കിടന്ന അത്ര കാലം പോലും നെഹ്റുവോ ഗാന്ധിയോ ഭഗത് സിംഗോ ഒന്നും തന്നെ കിടന്നിട്ടില്ല. ആകെ അത്രയും കാലം ലോകത്ത് ജയിലിൽ കിടന്നിരിക്കുന്നത് നെൽസൺ മണ്ടേലയാണ്. അപ്പോൾ ഈ കാണിച്ച ജയിലുകൾ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, കൃത്യമായിട്ട് ശുദ്ധമായി ലഭിക്കാത്ത ഒരു ഇരുട്ടുമുറി പോലെയുള്ള തടവറ. ഈ നെഹ്റുവിന് കൊടുത്തോ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ജയിലറയാണ് കൊടുത്തത്, ബംഗ്ലാവുകളൊക്കെ. അപ്പോൾ എന്താണ് ഈ വീർ സവർക്കറുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അനുഷ്ഠിച്ച കാര്യങ്ങൾ ഇതൊന്നും തന്നെ പുറത്തു വരരുതെന്ന് നിർബന്ധ ബുദ്ധി ഇപ്പോഴും കോൺഗ്രസ്സുകാർ വെച്ചു പുലർത്തുന്നു. ഇനി എങ്ങാനും ശശി തരൂർ അക്കാര്യം വിളിച്ചു പറയുമോ എന്നൊരു പേടി അതുമൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാവില്ലേ? ശശി തരൂര് അത് പറയണമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ സാവർക്കറോട് വിയോജിക്കാമായിരുന്നു. പക്ഷെ ആദ്യ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞിട്ട് EMS എഴുതിയ പുസ്തകത്തിൽ ഒരു ഖണ്ഡിക തന്നെ ഉണ്ടല്ലോ. സാവർക്കറെ അനുകൂലിച്ചിരുന്ന മഹാനായ വിപ്ലവകാരിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ ഡിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണല്ലോ കപ്പലിൽ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മാർസെൽസിൽ വെച്ചിട്ട് ഫ്രാൻസിന്റെ തീരത്തിന്റെ അപ്പുറം അദ്ദേഹം കപ്പലിൽ നിന്ന് എടുത്തു ചാടിയിട്ട് അദ്ദേഹം ഒരു ഇതിഹാസ പുരുഷനായില്ലേ ലോകത്ത്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് അന്ന് ലോക കോടതിയിൽ വാദിക്കുന്ന ആരറിയാമോ? റാങ് ലോങ്ക്വറ്റ്, കാൾ മാർക്സിന്റെ കൊച്ചുമകൻ. റാങ് ലോങ്ക്വറ്റ് ആണ് സാവർക്കറിന് വേണ്ടി രാജ്യാന്തര കോടതിയിൽ വാദിക്കുന്നത്. കാരണം അവിടെ വെച്ച് ചാടിക്കഴിഞ്ഞാൽ ഫ്രാൻസിൽ അഭയം കിട്ടും, രാഷ്ട്രീയ അഭയം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചാടുന്നത്. തിരിച്ചു ബ്രിട്ടനിലേക്ക് വിടില്ല എന്നുള്ള ധാരണയിൽ. അങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ വാദിക്കുകയാണ് ലോങ്ക്വറ്റ്. ആ വാദമൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇന്ന്. അങ്ങനെ അദ്ദേഹം ഒരു ഇതിഹാസ പുരുഷനായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഗാന്ധി അന്നൊന്നും അല്ല. ഗാന്ധി സാവർക്കർ ഇന്ത്യ ഹൗസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ലീഡറാണെന്ന് ലണ്ടനിൽ.
ദക്ഷിണാഫ്രിക്ക കിടക്കാണ് ഗാന്ധി കേസില്ല വക്കീലായിട്ടന്ന്, അല്ലേ? അതെ. ഗാന്ധിയുടെ ആത്മഹത്യ ഒക്കെ നോക്കിയാൽ നമുക്കറിയാലോ ആ കാര്യങ്ങൾ. അദ്ദേഹം ബോയർ യുദ്ധത്തിലൊക്കെ ബ്രിട്ടന് വേണ്ടി യുവാക്കളെ റിക്രൂട്ട് ചെയ്തൊക്കെ നടക്കുന്ന കാലമാണത്, ബ്രിട്ടീഷ് അനുകൂലിയൊക്കെ ആയിട്ട്. പിന്നെ ഈ തീവണ്ടിക്കഥ തന്നെ ഈ പറയുന്ന പോലെ അത്രയും കുഴപ്പം പിടിച്ചൊന്നുമല്ല. അദ്ദേഹം അതൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണല്ലോ അദ്ദേഹം അവിടെ ഇറങ്ങി അടുത്ത ട്രെയിനിൽ പോവുകയാണല്ലോ ചെയ്യുന്നത്. അതിനുള്ള അതങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം. അതിനുള്ള പൈസയൊക്കെ അദ്ദേഹം അടച്ചിട്ടുകൊണ്ട് ട്രെയിനിൽ ടിക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാവർക്കർ എന്ന് പറയുന്ന ആള് വലിയ ഇതിഹാസമായിട്ടിരിക്കുമ്പോഴാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തലപ്പത്തുള്ള ഗാന്ധി വന്ന് 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള 4 പേരും മരിച്ചുപോയി. ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള ആളുകൾ, ഫിറോസ് ഷാ മേത്ത, അങ്ങനെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് മരിച്ചുപോയ ഗ്യാപ്പിലാണ് ഗാന്ധി നേതൃത്വത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ സാവർക്കർ അപ്പോഴും ഈ പറഞ്ഞ പോലെ ആൻഡമാനിലെ ജയിലിൽ കിടക്കുകയല്ലേ. അതെ, 10-16 കൊല്ലം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടുതടങ്കലില്ല രത്നഗിരിയിൽ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഗാന്ധിവധത്തിൽ കുടുക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ പ്രതിയായിട്ട്. അതൊക്കെ നോക്കിക്കൊള്ളണം എന്നൊക്കെ നെഹ്റു പറഞ്ഞതായിട്ടൊക്കെ അന്നത്തെ പ്രോസിക്യൂട്ടറും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ബുദ്ധി കൊണ്ടും പിന്നെ ഈ സമര രീതികൾ കൊണ്ടും ഈ ഹിംസാത്മകമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഭഗത് സിംഗ്, സാവർക്കർ എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പട്ടാളം ഉണ്ടാക്കിയിട്ടല്ലേ, സ്വന്തമായിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടായിട്ടല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ധാരയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. ഏത് അഹിംസ അല്ലാത്തൊരു ധാരയും. അപ്പം അത്തരം ധാരകളോടൊക്കെ കലഹിച്ച് നിന്ന ആളുകളാണ് ഗാന്ധിയും നെഹ്റുവിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരികയാണല്ലോ മോത്തിലാൽ നെഹ്റു ഗാന്ധിയോട് പറഞ്ഞിട്ട്. ഇനി അടുത്ത പ്രധാനമന്ത്രി ആയിട്ട് ആരും അനുകൂലിക്കാത്തപ്പോഴും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട്, കാരണം 1946 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആണല്ലോ പ്രധാനമന്ത്രി ആവുക. അതുകൊണ്ടാണ് പട്ടേലിനെ എല്ലാ PCCകളും അംഗീകരിക്കുമ്പോഴും. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ 1857 സിപായി ലഹള, സിപ്പായി മ്യൂട്ടിനി എന്ന് പറഞ്ഞ് അത് കളിയാക്കി വിളിച്ചിരുന്നതല്ലേ സിപായി ലഹള എന്ന് പറഞ്ഞത്. ഇത് ആദ്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത് സാവർക്കറാണ്. അത് 26-ാം വയസ്സിലാണ് പുസ്തകം എഴുതുന്നത്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചിട്ട്. അത് ഇറക്കാൻ പറ്റിയില്ല. അതിൻ്റെ കയ്യെഴുത്ത് പ്രതി തന്നെ എവിടെയോ അച്ചടിക്കാൻ കൊടുത്തപ്പോഴും ഒക്കെ തന്നെ കണ്ടുകിട്ടുകയൊക്കെ ചെയ്തു. കയ്യെഴുത്ത് പ്രതിയുടെ ഘട്ടത്തിൽ തന്നെ കണ്ടുകിട്ടി. അത് കഴിഞ്ഞിട്ടും പിന്നെ പുസ്തകം ഇറങ്ങുകയാണ് വിദേശത്ത്. അപ്പോൾ ഈ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥയാണ്. സമാധാനം എന്തെന്ന് അറിയാത്തൊരു മനുഷ്യനാണ്. ഈ പറഞ്ഞ പോലെ ബംഗ്ലാവിലൊന്നും താമസിക്കാൻ, തടവറ എന്ന് പറഞ്ഞിട്ട് ആഗാഖാൻ ബംഗ്ലാവൊന്നും കിട്ടിയിട്ടില്ല. ഈ നെഹ്റുവിനൊക്കെ കിട്ടിയ, ഗാന്ധിക്കും ഒക്കെ കിട്ടിയതുപോലെ. ഈ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വന്ദേ മാതരത്തിന്റെ ചർച്ചയിൽ പറഞ്ഞില്ലേ മോദിയോട്, നിങ്ങൾ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തേക്കാൾ കൂടുതൽ എൻ്റെ മുത്തച്ഛൻ ജയിലിൽ കിടന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് ഈ വീരസ്യമായിട്ട് പറയുന്നത്. അപ്പൊ സാവർക്കർ എന്ന് പറഞ്ഞ ഒരാൾ അപ്പുറത്ത് കിടപ്പുണ്ടെന്നേ ഈ തടവറയിൽ. അപ്പൊ ആ ഭാഗങ്ങള് അദ്ദേഹം ഒരു അവിടെ പ്രസംഗിക്കുമല്ലോ. എന്തായാലും തരൂർ പുരസ്കാരം വാങ്ങിച്ചാൽ പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഈ ഭാഗം ഉണ്ടാവുമല്ലോ, മഹാനായ വിപ്ലവകാരി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഭൂതകാലമാണ് സാവർക്കർക്കുള്ളത്. പുത്തൻകൂറ്റ് മാർക്സിസ്റ്റുകൾ സാവർക്കറെ കുറ്റം പറയുന്ന MAB പോലുള്ള ആളുകൾ എന്നല്ലേ ഉള്ളൂ. അത് EMS എന്തിന്, സാവർക്കർ MP ആയിരുന്നില്ല. പക്ഷെ സാവർക്കർ മരിച്ചപ്പോൾ പാർലമെന്റിൽ ചരമോപചാര പ്രസംഗം അത് MP-മാർക്ക് മാത്രമുള്ളതാണ്. അത് MP അല്ല. അത് വേണമെന്നാവശ്യപ്പെട്ടത് ആരാണ്? ഹിരൺമയി മുഖർജി, കമ്മ്യൂണിസ്റ്റ് നേതാവ്, AK ഗോപാലൻ, ഇവരൊക്കെയാണ് സ്പീക്കറോട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മുംബൈ തുറമുഖത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ആരാന്നറിയോ? മുംബൈയുടെ മേയർ, കമ്മ്യൂണിസ്റ്റുകാരൻ SS മിറാജ്കർ. കമ്മ്യൂണിസ്റ്റുകാരൻ ലെനിനെ കണ്ട് വിപ്ലവം ചർച്ച ചെയ്തിട്ടുള്ള ആളാണെന്നേ സാവർക്കർ, ലണ്ടനിൽ ലെനിനുള്ള കാലത്ത്. അപ്പോൾ
ഇങ്ങനൊരു കഥാപാത്രം ഇന്ത്യൻ സമര ചരിത്രത്തിലില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് യോജിക്കാം വിയോജിക്കാം, ഇതൊക്കെ ശരി. പക്ഷെ ഒരു കാലഘട്ടം വരെ അദ്ദേഹത്തിനോട് യോജിക്കാനേ പറ്റുകയുള്ളൂ. അതാണ് പ്രശ്നം. അതാണ് EMS ഒക്കെ അന്തിച്ചു നിന്ന ഒരു വലിയ മനുഷ്യനാണ്. കാരണം ഇന്ത്യക്ക് വേണ്ടി തന്നെ ജീവിതം സമർപ്പിച്ച ഒരാളാണ്. പിന്നെ വലിയ ദാരിദ്ര്യത്തിലൊക്കെ തന്നെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിനെ ഗാന്ധിവധത്തിൽ കുടുക്കിയിട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ വേറെ കഥയാണ്. അത് പല താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും അതിൻ്റെ പിന്നിലൊക്കെ കാണും. അദ്ദേഹത്തിന് അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ മറ്റേ മറാഠിയിൽ തന്നെ അപ്രകാശിതമായ ആ രചനകളൊക്കെ നോക്കിയിട്ട് അമേരിക്കയിൽ ഒരു പ്രൊഫസർ ജാനിക് എഴുതിയൊരു നല്ല പുസ്തകം ഞാൻ വായിച്ചിരുന്നു ഇദ്ദേഹത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും ഇന്ത്യ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഈ സാവർക്കറെ ശരിക്ക് കണ്ടുമുട്ടുന്ന ആ സന്ദർഭം തരൂർ ഒഴിവാക്കേണ്ടിയിരുന്നില്ല. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.